എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉപമ എന്തെന്നറിയാമോ? നമ്മളെല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഉപമ മുടിയനായ പുത്രൻ്റെ കഥ അല്ലേ? അതെല്ലാവർക്കും ഏകദേശം അറിയാം. ആ ഒരു കഥ അറിയാൻ മേലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതിനെ ആസ്പദമായിട്ട് പല ചിത്രങ്ങൾ വരച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല നോവലുകളൊക്കെ അതിനെ ആസ്പദമായി എഴുതിയിട്ടുണ്ട്, പല മൂവീസൊക്കെ അതിനെ ആസ്പദമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കഥ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതലാണ്. ഇവിടെ കർത്താവ് പറയുന്നത്, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു, 2 ആൺകുട്ടികൾ. അതിൻ്റെ 12-ാം വാക്യത്തിൽ അതിലെ ഇളയ മകൻ അപ്പനോട് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് അവകാശപ്പെട്ടത്, എൻ്റെ അവകാശം, പിതാവിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത് എനിക്കിനി വേണം. അപ്പോൾ അവിടെ പറയുന്നത്, പിതാവ് അദ്ദേഹത്തിൻ്റെ എൻറ്റയർ എസ്റ്റേറ്റ്, ഹിസ് ഹോൾ പ്രോപ്പർട്ടി 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു പോർഷൻ ഇയാളെ മകന് കൊടുക്കുന്നു. മുൻപോട്ട് വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഇളയ മകൻ എന്ത് ചെയ്യും? അവൻ അവകാശപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് വേറൊരു ദേശത്തേക്ക് കടന്നുപോയി. അവിടെ അവൻ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, എങ്ങനെയാ ജീവിച്ചതെന്ന് നമുക്കറിയാം. അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം അവന് ബോധം വന്നപ്പോൾ അവൻ പറയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ മടങ്ങിപ്പോകും. അവിടെ ചെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറയും, എന്നെ ഒരു മകനായിട്ട് സ്വീകരിക്കേണ്ട, ഒരു ദാസനായിട്ട് അങ്ങ് സ്വീകരിച്ചാൽ മതി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഹോ, എന്തൊരു താഴ്മ ഇല്ലേ, എന്തൊരു മാനസാന്തരം. പക്ഷെ വാസ്തവത്തിൽ ഇതല്ലാതെ അവൻ്റെ മുൻപിൽ വേറെ വഴിയില്ല. കാരണം എന്തെന്നറിയോ? അവൻ അവകാശപ്പെട്ടതെല്ലാം അവിടുന്ന് കൊണ്ടുപോയി നശിപ്പിച്ചവനാ. ഇനി ഇവൻ മടങ്ങി വന്നാൽ അവന് അവകാശപ്പെട്ടത് ഒന്നും അവിടെയില്ല. അവനവിടെ ഒരു മകനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ദാസനായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ നമുക്കറിയാം, അവൻ മടങ്ങി ചെല്ലുമ്പോഴത്തേന് ദൂരെ നിന്ന് തന്നെ പിതാവ് കാണുന്നു, ഓടിച്ചെല്ലുന്നു, ആലിംഗനം ചെയ്യുന്നു, ദാസന്മാരെ വിളിക്കുന്നു, അവന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു വലിയൊരു പാർട്ടി, അവൻ്റെ മടങ്ങി വരവിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു പാർട്ടി നടത്തുന്നു. അപ്പോൾ ഈ പാർട്ടിയും ബഹളവും പാട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൻ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും വയലിൽ പോയി അധ്വാനിക്കും. അവൻ വയലിൽ നിന്ന് മടങ്ങി വരിക. ഈ മകൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? അവൻ അപ്പനെ വിട്ട് എങ്ങും പോയില്ല. ഇത്രയും വർഷങ്ങളായിട്ട് അവൻ അപ്പൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. വീട്ടിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും, പുറത്ത് പണിയേണ്ട എല്ലാ പണികളും ചെയ്യും, അപ്പൻ്റെ ആഗ്രഹപ്രകാരം എല്ലാം ചെയ്യും. അന്നും വയലിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു ഒരു സാധാരണമല്ലാത്ത ഒരു സൗണ്ട് വീട്ടിൽ നിന്ന് വരുന്നു. കേട്ടിട്ടില്ലാത്ത ഭയങ്കര പാട്ടും ബഹളവും ഡാൻസും. ഇതെന്താ ഇങ്ങനെ? ഒരു വേലക്കാരനെ വിളിച്ചു ചോദിച്ചു, ഇതെന്താ വീട്ടിൽ നടക്കുന്നത്? അപ്പം പറയും, അയ്യോ, സാർ അറിഞ്ഞില്ലായിരുന്നോ? സാറിൻ്റെ ഇളയ സഹോദരൻ മടങ്ങി വന്നു. ഇളയ സഹോദരനോ? ആ പോയി, എല്ലാം നശിപ്പിച്ചവനില്ലേ, അവൻ മടങ്ങി വന്നു. അത് അപ്പൻ്റെ അതിൻ്റെ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുക. ഇവനിത് കേട്ടിട്ട് ദേഷ്യം വന്നു, സങ്കടവും വന്നു, ദേഷ്യം വന്നു. എല്ലാമായിട്ട് പുറത്തിങ്ങനെ നിൽക്കുക, കൈ കെട്ടി, ഞാൻ അകത്തേക്ക് കയറത്തില്ല. അപ്പം അതിൻ്റെ 28-ാം വാക്യത്തിൽ അപ്പൻ പുറത്തിറങ്ങി വന്ന മകനോട് അവിടെ പറയുന്നത്, ഹി പ്ലീഡഡ് വിത്ത് ഹിം, അവനോട് അപേക്ഷിച്ച് പറഞ്ഞു, കെഞ്ചി പറഞ്ഞു, ദേഷ്യപ്പെട്ടല്ല. കുഞ്ഞെ, മകനെ, നീ ഒന്ന് അകത്തേക്ക് കയറി വാ. ദേഷ്യപ്പെട്ടല്ല പറഞ്ഞു. ഈ മകൻ അപ്പൻ ഇങ്ങനെ അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പം മകൻ പറഞ്ഞ മറുപടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ 29-ാം വാക്യത്തിൽ അവൻ പറയാണ്, ഓൾ ദീസ് ഇയേഴ്സ് ഐ ഹാവ് ബീൻ സ്ലേവിങ് ഫോർ യു. ഈ വർഷങ്ങളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒരു അടിമ പണിയെടുക്കുന്നത് പോലെ പണിയെടുത്തു. നിനക്ക് വേണ്ടി ഒരു അടിമ, ഐ ഹാവ് ബീൻ സ്ലേവിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദാസൻ പണിയെടുക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി പണിയെടുത്തു. എന്നിട്ട് എനിക്കൊരു ആടിനെ പോലും നീ തന്നോ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ? ഇവൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് അപ്പന് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം പറയാ, കുഞ്ഞേ, നമ്മുടെ മലയാളം ബൈബിളിൽ മകനെ എന്നാണ്, ചില വേർഷൻസിൽ സൺ എന്നാണ്, പക്ഷെ ചില വേർഷൻസിൽ പറഞ്ഞ മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞെ, നീ ഇതാണോ ഇത്രയും നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും വർഷം നീ എൻ്റെ കൂടെ തന്നെയല്ലേ? ഇതെല്ലാം നിൻ്റേതല്ലേ? നീ എൻ്റെ കൂടെ ഇത്രയും നാൾ താമസിച്ചിട്ട് നിൻ്റെ മനസ്സിലൊരു ദാസനെ പോലാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്? നിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണോ?
അപ്പൻ അതറിഞ്ഞിട്ട് അപ്പന് ഭയങ്കര ഷോക്കായിപ്പോയി. എന്നെ സംബന്ധിച്ചോളം ഞാനിത് വായിക്കുമ്പോൾ, ഈ ഒരു ഉപമ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിച്ചു എന്നുള്ളതല്ല. പക്ഷെങ്കിൽ എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ, എവ്രിതിങ് ഐ ഹാവ് ഈസ് യോഴ്സ് എന്ന അപ്പം പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ മൂത്ത മകനോട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഈ ഉപമ പറഞ്ഞ് തീർക്കുന്നത് ഇളയ മകനെ വെച്ചിട്ടല്ല, ഈ മൂത്ത മകനെ വെച്ചിട്ട്. കാരണം എന്തെന്നറിയോ? നമ്മളിൽ പലരും ഈ മൂത്ത മകനാണ്, നമ്മൾ ഇളയ മകനെ പോലെ അല്ല. നമ്മളിൽ പലരും, മാക്സിമം പേരും ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ സമയത്ത് ആരാധനയ്ക്ക് പോകും, പള്ളിയിൽ പോകും, മീറ്റിങ്ങുകളൊന്നും മുടക്കത്തില്ല, സ്വത്രാൽ ചെയ്യിടും, ടൈത്ത് കൊടുക്കും, സഭയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പള്ളിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വോളണ്ടിയർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ മൂത്ത മകൻ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയോ? ഞാനിതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒരു കണ്ടീഷണൽ, ഒരു ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് കൊണ്ട് നീ എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ദാസൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പന് ഭയങ്കര ഷോക്കായിപ്പോയി അത് കേട്ടപ്പം. പറയും, എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനാണോ ചിന്തിക്കുന്നത്? നിൻ്റെ മനസ്സിൽ ഇതാണോ? ഇതെല്ലാം നിൻ്റേതല്ലേ? അല്ലേ? ശരിക്കും അവൻ്റെ അല്ലേ? ആണോ? കാരണം ഈ ഉപമ തുടങ്ങി 2-ാം വാക്യത്തിൽ തന്നെ, അല്ലെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, ആ പിതാവ് അവനുള്ളത് സകലവും 2ആയിട്ട് വിഭാഗിച്ചു. 2ആയിട്ട്. അതിൽ ഒരെണ്ണം ഇളയ മകൻ അങ്ങ് കൊടുത്തു. അപ്പോൾ ബാക്കി ഈ കാണുന്നതെല്ലാം ഈ മൂത്ത മകൻ്റേതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിനകത്ത് ആ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥൻ, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ, അതിനകത്തും പുറത്തും ഉള്ളതെല്ലാം അവൻ്റേതാണ്. പക്ഷെ അവൻ അതിനകത്ത് താമസിക്കുന്നത് ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിയെ പോലെ. ആ അവസ്ഥയാണ് ഈ മൂത്ത മകൻ്റെ. ചുരുക്കി പറഞ്ഞാൽ ആ അവസ്ഥയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. കർത്താവ് ഈ ഉപമയുടെ അവസാനത്തിൽ ഈ മൂത്ത മകൻ വീട്ടിനകത്ത് കയറിയോ ഇല്ലയോ എന്നുള്ളത് കർത്താവ് അവിടെ പറയുന്നില്ല കേട്ടോ. നമുക്കറിയത്തില്ല അവൻ കയറിയോ ഇല്ലയോ എന്നുള്ളത്. എന്താണെന്നറിയോ? ആ ചോയ്സ് കർത്താവ് നമുക്ക് വിട്ടു തരിക. കുഞ്ഞെ, നീ വീട്ടിനകത്ത് ഒരു ദാസനെ പോലല്ല, പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാം അവകാശി, അല്ലെങ്കിൽ ഇതെല്ലാം നിൻ്റേതാണെന്നുള്ള ബോധ്യത്തോടു കൂടി നീ വീട്ടിൽ കയറാൻ തയ്യാറാണോ? നിൻ്റെ ആറ്റിറ്റ്യൂഡ് നീ മാറ്റാൻ തയ്യാറാണോ? അത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് വീട്ടിനകത്ത് ആ മൂത്ത മകനെ പോലെ പിണങ്ങി, അവൻ്റെ നിപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഉടമസ്ഥനാ, വീടിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിലാണ്, പക്ഷെ പിണങ്ങി വീടിൻ്റെ പുറത്ത് നിൽക്കുമോ? ഞാൻ വീട്ടിൽ കയറത്തില്ല, അവൻ്റെ വീടാ. നമ്മളോട് ദൈവം അതാണ് പറയുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? മൂത്ത മകനെ പോലെ, ഞാനിതെല്ലാം ചെയ്തതുകൊണ്ട് നീ എനിക്കൊരാടിനെ തരണം, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ നമ്മൾ മാറ്റണം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ. ഈ മൂത്ത മകൻ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക്, വർഷങ്ങളായിട്ട് അപ്പൻ്റെ കൂടെ താമസിക്കുന്നു, അവനാണ് ഇതിൻ്റെ എല്ലാ അവകാശി, പക്ഷെ അപ്പൻ്റെ ഹൃദയം അവൻ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ അപ്പനുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ അപ്പൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞ്, അപ്പൻ ആഗ്രഹിക്കുന്ന, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തിരിച്ചറിഞ്ഞ് ഒന്ന് ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ, അല്ലെങ്കിൽ അപ്പൻ നമ്മളെ കാണുമ്പോൾ മൂത്ത മകനെ കണ്ട് അവൻ്റെ ആ ആറ്റിറ്റ്യൂഡ് കണ്ട് വന്നൊരു ഷോക്ക് വന്നതുപോലെ നമ്മളെ കാണുമ്പോഴും അപ്പൻ പിതാവിന് ആ ഒരു ഷോക്കായിരിക്കും. പക്ഷെ പിതാവ് നമ്മളെ നോക്കി പറയാം, കുഞ്ഞെ, ഇതെല്ലാം നിൻ്റേതാണ്, എനിക്കുള്ളതെല്ലാം, എവ്രിതിങ് ഐ ഹാവ് ഈസ് യുവേഴ്സ്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 15:15 കർത്താവ് പറയാം, ഐ ഡോണ്ട് കോൾ യു സെർവൻസ് എനി ലോങ്ങർ. ഞാൻ നിങ്ങളെ ഇനിയും ഒരു ദാസൻ എന്ന് വിളിക്കത്തില്ല, ഞാൻ നിങ്ങളെ വിളിക്കുന്ന എന്താണ്? എൻ്റെ കൂട്ടുകാരായിട്ട്. നമുക്ക് ആ ഒരു അവകാശം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ഒന്ന് മാറിയാലേ നമുക്ക് നമ്മളുടെ ആ പൊസിഷൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം ജീവിക്കാനും, അപ്രകാരം പ്രാർത്ഥിക്കാനും, അപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കാനും ഉള്ളൊരു കൃപ ദൈവം തരട്ടെ. ചാബി എടുത്തുകൊണ്ട്
വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ, അപ്പൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.